നമസ്കാരം. ശ്രീരാമ സ്മൃതിയാൽ പുണ്യം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനൗയയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജരായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗൽ ശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാരൽദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. ശ്രീരാമൻ മാതൃകാ പുരുഷോത്തമനെന്നും വിഗ്രഹവാൻ ധർമ്മമെന്നും പറയുന്നത് പ്രശസ്തമാണ്. ശ്രീരാമൻ്റെ പിതൃഭക്തിയും ത്യാഗവും സഹോദര സ്നേഹവും സൗഹൃദവും ആശ്രിത വാത്സല്യവും ധർമ്മപരാക്രമവുമൊക്കെ മാതൃകാപരമാണ്. അവയെ പിന്തുടർന്നാൽ ലോകം മുഴുവൻ പവിത്രീകൃതമാകുമെന്നതിൽ സംശയമില്ല. ഏകപത്നി വ്രതത്തിൻ്റെ മികവുറ്റ മാതൃകയാണ് ശ്രീരാമൻ. സീതയാകട്ടെ പാതിവൃത്യത്തിൻ്റെ മഹിത മാതൃകയും. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൂർത്തരൂപം, ധീരതയുടെയും വ്രതദാർഢ്യത്തിൻ്റെയും ഉത്തമ ആദർശവുമാണ് സീത. രാമസഹോദരന്മാരായ ലക്ഷ്മണനും ഭരതനും സഹോദര സ്നേഹത്തിൻ്റെ അലൗകിക സന്ദേശം നൽകുന്നു. ഈ മാതൃകകളെല്ലാം പിന്തുടർന്നാൽ കുടുംബജീവിതം സർവഭദ്രമാകുമെന്നത് തർക്കമറ്റ സംഗതിയാണ്. ഹനുമാൻ സേവാദർശമാണ്. സ്വഭാവശുദ്ധിയുടെയും ഭക്തിയുടെയും വീരപരാക്രമങ്ങളുടെയും പാണ്ഡിത്യത്തിൻ്റെയും ഏറ്റവും ഉദാത്തമായ ഈ മാതൃക പിന്തുടർന്നാൽ മഹത് വ്യക്തിത്വം കൈവരിക്കാം എന്നതുറപ്പാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം.
उपेक्षा नो चेत् किं न हरसि भवध्यानविमुखां दुराशा भूयिष्ठां विधिलिपिमशक्तो यदि भवान् शिरस्तद्वैधात्रं न खलु सुवृत्तं पशुपते സന്ധ്യാദീപം ഇനി ശങ്കരസ്തോത്രാമൃതം. ശിരോലിഖിതം അഥവാ വിധിയെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ സത്യമില്ല. കാരണം ബ്രഹ്മാവിൻ്റെ ശിരസ് ഒരു പ്രയത്നവുമില്ലാതെ കൈവിരലിലെ നഖം കൊണ്ട് ഭഗവാൻ നുള്ളിക്കളഞ്ഞത് പ്രസിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മാവ് എഴുതിയ എൻ്റെ തലവിധി മാറ്റാൻ നിശ്ചയമായും ഭഗവാന് കഴിയും. ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 15-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 15-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി രക്ഷിക്കണം, അത് ബന്ധുത്വത്തിൻ്റെ രീതിയാണ് എന്നൊക്കെ 14-ാം ശ്ലോകത്തിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ ഉപേക്ഷ ചെയ്യരുത്, എങ്കിൽ അങ്ങ് എൻ്റെ ദുരാശാഭൂയിഷ്ഠമായ ഭവധ്യാന വിമുഖമായ ശിരോലേഖത്തെ മായ്ക്കണം. എന്ന് വെച്ചാൽ ഭഗവദ്ധ്യാനത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതും ദുഷിച്ച വിഷയങ്ങളിലേക്ക് ആശയെ വളർത്തുന്നതുമായ എൻ്റെ തലയിലെഴുത്ത് ഒന്ന് മാറ്റിത്തരണം. ഇപ്പം എൻ്റെ തലയിലെഴുത്ത് അങ്ങനെയാണ്, വളരെ മോശമാണ്. ഇതിനെ മുഴുവൻ നീ മാറ്റിത്തരണം എന്ന് പറയുകയാണ്. യദി ഭവാൻ അശക്തഃ, ഇതിന് അങ്ങ് അശക്തനാണെന്നാണോ പറയുന്നത്? ചിലപ്പോൾ ചിലർ പറഞ്ഞേക്കാം ശിരോലിഖിതം മാറ്റാൻ കഴിയില്ല, വിധിച്ചത് മാറ്റാൻ കഴിയില്ല, വിധി നിർണയം മാറ്റാൻ കഴിയില്ല എന്നൊക്കെ. എങ്കിലത് ശരിയല്ല. ഈശ്വരേച്ഛയുണ്ടെങ്കിൽ ഏത് വിധിലിഖിതത്തെയും നമുക്ക് അതിക്രമിക്കാൻ കഴിയും. അതിനുള്ള പദ്ധതികളുണ്ടാവും. അതിനിവിടെ പ്രത്യേകിച്ച് പരമശിവനോട് പറയുകയാണ്, ന ഖലു, അത് ശരിയല്ല, അങ്ങനെ ശക്തനല്ല എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ തദ് വൈധാത്രം ശിരഃ നിര്യത്നം കരനഖമുഖേന ഏവ ലുളിതം ഇതി സുവൃത്തം ന ഖലു. ഹേ പശുപതേ, അല്ലയോ പശുപതേ, തദ് വൈധാത്രം ശിരഃ, ആ വിധാതാവിൻ്റെ ശിരസ്, വിധാതാവ് ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ ശിരസ് നിര്യത്നം, ഒരു പ്രയത്നവുമില്ലാതെ, തമാശയിലെന്ന പോലെ, കളിയിലെന്ന പോലെ, കരനഖമുഖേനൈവ, കൈവിരലിലെ ഒരു നഖം കൊണ്ട്, ലുളിതം ഇതി, നുള്ളിക്കളഞ്ഞു. ലുളിതമായിപ്പോയി, ലുളിതം നുള്ളപ്പെട്ടത്. അപ്പം നുള്ളി മാറ്റപ്പെട്ടു ബ്രഹ്മാവിൻ്റെ തല എന്നുള്ളത് സുവൃത്തം ന ഖലു, പ്രസിദ്ധമല്ലേ? അപ്പം ബ്രഹ്മാവിൻ്റെ തല തന്നെ ഒന്ന് നുള്ളിയെടുക്കാൻ കഴിയുന്ന അങ്ങേക്ക് ആ ബ്രഹ്മാവ് എഴുതിയ ശിരോലിഖിതം മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയുകയാണ്. ഇവിടെ പുരാണപ്രസിദ്ധമായ ഒരു കഥയാണ് സൂചിതമായിട്ടുള്ളത്. ശിവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കഥയാണ്. ബ്രഹ്മാവും വിഷ്ണുവും സ്വമഹിമയെപ്പറ്റി പറഞ്ഞ് വിവാദത്തിലേർപ്പെട്ടു. താനാണ് കേമൻ, താനാണ് കേമൻ എന്ന നിലപാട് ഓരോരുത്തരും സൂക്ഷിച്ചു. ആ കലഹം യുദ്ധമായി പരിണമിച്ചു. ആ മഹായുദ്ധം സഹസ്രാബ്ദങ്ങൾ നീളുകയാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവും സ്ഥിതിപാലകനും പരസ്പരം പൊരുതുന്ന ദുരവസ്ഥയിൽ എത്രമാത്രം ക്ലേശം ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഋഷീശ്വരന്മാർ, ദേവന്മാരെല്ലാവരും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് മഹേശ്വരനെ അഭയം പ്രാപിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ കേമൻ, ഞാൻ കേമൻ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും അരികിൽ അത്യത്ഭുതകരമായൊരു തേജപുഞ്ചം പ്രകടമാകുന്നത്.
ആദി എന്തെന്നോ അന്തം എന്തെന്നോ തിരിച്ചറിയാൻ കഴിയാത്തത്ര വിപുലമായ ആ തേജപുഞ്ചം തങ്ങളുടെ അരികെ കണ്ടപ്പോൾ അവർ യുദ്ധം നിർത്തി. ഇതെന്ത് എന്ന അന്വേഷണമായി. അപ്പം ഞാനാണ് കേമെന്നുള്ള ധാരണ രണ്ടു പേർക്കും പോയി. എന്നിട്ട് അവരൊരു കരാറിൽ ഏർപ്പെടുകയാണ്. ഈ തേജപുഞ്ചത്തിൻ്റെ ആദ്യന്തങ്ങൾ കണ്ടെത്തണം. ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അയാളാണ് കേമനെന്ന്. അങ്ങനെ വിഷ്ണു ഒരു പന്നിയുടെ രൂപമെടുത്ത് താഴേക്കും ബ്രഹ്മാവ് ഒരു അരയന്നത്തിൻ്റെ രൂപമെടുത്ത് മുകളിലേക്കും യാത്രയായി. സഹസ്രാബ്ദങ്ങൾ യാത്രയായി. സത്വപ്രധാനിയായതുകൊണ്ട് വിഷ്ണുവിന് മനസ്സിലായി ഇതിൻ്റെ അറ്റം കണ്ടെത്താൻ കഴിയില്ല എന്ന്. തിരിച്ചു വന്ന് പരാജയം സമ്മതിക്കാം എന്ന് കണക്കാക്കി അദ്ദേഹം പോയിരുന്നു. ബ്രഹ്മാവിന് മനസ്സിലായി ഇതിൻ്റെ അറ്റം കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ രജോഗുണപ്രധാനിയായതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയം അംഗീകരിക്കുക എളുപ്പമല്ല. എന്താ ഒരു വഴിയെന്ന് ആലോചിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഒരു കേതകി പുഷ്പം, കൈതയുടെ വർഗത്തിൽപ്പെട്ട ഒരു പുഷ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. ആ പുഷ്പത്തെ പറഞ്ഞു പാട്ടിലാക്കി താൻ ഇതിൻ്റെ മുകളിൽ പോയി എന്നുള്ളതിന് സാക്ഷ്യമായിട്ട് കൂടെ കൂട്ടി ബ്രഹ്മാവ് വരികയാണ്. അവിടുന്ന് സമാഹരിച്ചതാണ് ഈ കൈതപ്പൂവെന്നും ബ്രഹ്മാവ് പറഞ്ഞു. വിഷ്ണു വിശ്വസിക്കുകയല്ലാതെ വഴിയില്ല. പക്ഷേ അപ്പോഴാണ് ഈ അസത്യ വ്യവഹാരം കണ്ട മഹാദേവൻ്റെ രുദ്രമൂർത്തി പ്രകടമാകുന്നത്. ഉടനെ തന്നെ ബ്രഹ്മാവിൻ്റെ മുകളിലേക്ക് ഉണ്ടായിരുന്ന തല നുള്ളിക്കളഞ്ഞു. അതുവരെ ബ്രഹ്മാവിന് 5 തലയായിരുന്നു. അതോടുകൂടി ബ്രഹ്മാവിന് 4 തലയായി. ആ തല നുള്ളിക്കളഞ്ഞു. ആ തല ചെന്ന് വീണ സ്ഥലമാണത്രേ ബ്രഹ്മകപാലം. അതോടൊപ്പം തന്നെ അപൂജ്യത്വം എന്ന മഹാശാപം കേതകി പുഷ്പത്തിന് നൽകി. ബ്രഹ്മാവിനേറെ ക്ഷേത്രങ്ങളില്ലാതെ പോകട്ടെ എന്ന് ശപിച്ചു. വിഷ്ണുവിന് അനേക ക്ഷേത്രങ്ങളും സുപൂജ്യത്വവും അനുഗ്രഹിച്ചു. ഈയൊരു പുരാണ കഥ അതാണിവിടെ സൂചിതമായത്. ഇതിന് ചില അനുബന്ധങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.